ശ്രീ പി ശ്യാംരാജ് ബി ജെ പി ഇങ്ങനെ കയ്യാലപ്പുറത്തിരുന്ന് കളി കാണുകയാണോ? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി, SDPIയുടെ സ്ഥാനാർത്ഥിയായി, LDFന്റെയും BJPയുടെയും സ്ഥാനാർത്ഥിമാരായിട്ടില്ല. അതിനിടയ്ക്ക് അൻവർ ഒരുപക്ഷെ സ്വയം മത്സരിച്ചേക്കാം, തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേക്കാം. രാഷ്ട്രീയ നീക്കങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മളിതൊക്കെ കണ്ടു നിൽക്കാം എന്നുള്ളൊരു ഒരു മനോനിലയിലാണോ? അഭിലാഷേ, ഞങ്ങളങ്ങനെ കണ്ടുകൊണ്ട് മാത്രം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് ഈ ലാപ്ടോപ്പിൽ വന്ന ചോദ്യം ചോദിക്കുന്നതിനപ്പുറത്തേക്ക് BJP എവിടെയെങ്കിലും അങ്ങനെ കണ്ടുകൊണ്ട് മാത്രം നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള എന്താണ്? ഈ വരുന്ന 2-ാം തീയതിയാണ് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള, ജൂൺ 2-ാം തീയതിയാണ് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസാന തീയതി. അതിന് മുമ്പ് എപ്പോഴെങ്കിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ മതിയെന്നേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഓരോ തെരഞ്ഞെടുപ്പും എന്ന് പറയുന്ന ഓരോരോ സാധ്യതകളാണ്. ഈ നിലമ്പൂര് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ഞങ്ങളുടെ സാധ്യതകൾ, എങ്ങനെയാണ് ഇടപെടേണ്ടത്, എങ്ങനെയാണ് നേരിടേണ്ടത് എന്നതിനെക്കുറിച്ചുള്ളൊക്കെ ചർച്ചകൾ വളരെ കാര്യക്ഷമമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നേ. അപ്പോൾ അതിനകത്ത് ആർക്കും ഒരു വെപ്രാളത്തിൻ്റെ അല്ലെങ്കിൽ കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതേ ചോദ്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് ചുറ്റിപ്പറ്റി നിങ്ങൾ ചോദിച്ചായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അന്നും ഇത് തന്നെയായിരുന്നു നിങ്ങളുടെ ചോദ്യം, എന്താണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ താമസിക്കുന്നതെന്ന്. അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? അന്ന് വലിയൊരു കുതിച്ചാട്ടമല്ലേ, കേരളത്തിൽ ഞങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് ഷെയറോടെ ഒരു MP വിജയിപ്പിച്ചിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് വന്നത്. അപ്പോൾ ഇതിനകത്ത് കേരളത്തിലെ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ഇതര രാഷ്ട്രീയ കക്ഷികൾക്കോ ഇതിനകത്ത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ ചർച്ചയിലാണ്. എന്താണോ നിലമ്പൂരുമായി ബന്ധപ്പെട്ട് BJPക്കും NDAക്കും ബെസ്റ്റ്, ആ ബെസ്റ്റുമായിട്ട് ഈ വരുന്ന 2-ാം തീയതിക്ക് മുമ്പ് ഞങ്ങൾ വരിക തന്നെ ചെയ്യും. അതിനുള്ള ഒരു പ്രിപ്പറേഷനിലാണ്. ഇവിടെ സത്യത്തിൽ എന്താണ് ഇവിടെ എന്താണ് സത്യത്തിൽ ചർച്ച ചെയ്യേണ്ടത്? എന്താണ് ഈ അൻവറിനെ സത്യത്തിൽ പൂർണ്ണമായിട്ട് തള്ളിപ്പറയാൻ ഈ UDFനെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? PV അൻവർ പറഞ്ഞെന്താണെന്നേ, അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ NDA വരെ സംശയിക്കണം, മറ്റാരും അത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ ഒരു PV അൻവർ, ഈ ചില ആളുകൾ കോൺഗ്രസ് നേതാക്കന്മാർ വരുമെന്ന് പറയുന്നു, ചിലർ വരില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു തട്ടി കളിച്ചുകൊണ്ടിരിക്കലല്ലേ. അപ്പൊ പൂർണ്ണമായിട്ട് അൻവറിനെ ഇവർക്ക് തള്ളിപ്പറയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? സാധിക്കുന്നില്ല. ഇനി ഞങ്ങളോട് ഈ ചോദ്യം ചോദിക്കുമ്പോഴും നോക്കൂ, ഇവിടെ കഴിഞ്ഞ 9 വർഷമായിട്ട് MLA ഉള്ളതാരുടെയാണ്? LDFന്റെ ആണ്. അവർ ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഈ ഒരു ചോദ്യം ചോദിക്കേണ്ടത് ആദ്യം അവരോടാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സാധ്യതകൾ കണ്ടെത്തുകയും കൃത്യമായിട്ട് എന്താണ് ഞങ്ങളുടെ നിലപാട് അത് നിങ്ങളെ അറിയിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് കേരളത്തിലെ രാഷ്ട്രീയമാണ്, അൻവറിനെ കുറിച്ചാണ്, കക്കാടംപൊയിലിലെ അൻവറിന്റെ വാട്ടർ തീം പാർക്കിനെ കുറിച്ചാണ് എന്നാണ് എനിക്ക് പ്രാഥമികമായിട്ട് നിങ്ങളോട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്.